വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ പറിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തിരിച്ചറിഞ്ഞു. കബനി ദളത്തിലെ CP മൊയ്തീനും സംഘവുമാണ് പോസ്റ്റർ പറിച്ചതെന്ന് സൂചന. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ പോസ്റ്റർ പറിച്ചവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അന്വേഷണം ഇരുതരത്തിലുമാണ്. KP കണ്ണൂർ അയ്യങ്കുന്നിൽ നടന്ന ഏറ്റുമുട്ടലിൽ കബനി ദളത്തിലെ പ്രവർത്തകയായ കവിത കൊല്ലപ്പെട്ടതായും തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ തിരുനെല്ലിയിലെ കോളനിയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ പോസ്റ്റർ പതിച്ചിരുന്നു. ഈ സംഘത്തെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കബനി ദളത്തിലെ പ്രവർത്തകരായ CP മൊയ്തീനും സംഘവുമാണ് പോസ്റ്റർ പതിച്ചതെന്നാണ് സൂചന. ഈ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നതായി ഇന്നലെ തന്നെ നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. ലക്ഷ്മി എന്ന കവിതയായിരുന്നു കൊല്ലപ്പെട്ടത്. പകരം തിരിച്ചടി ഉണ്ടാകുമെന്ന് ഈ പോസ്റ്ററിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വിശദമായ ഒരു ലഘുലേഖയും അവിടെ പതിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് എന്തായാലും UAPA ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിക്കുകയും സ്ഥലത്ത് കൂടുതൽ തണ്ടർബോൾട്ടും പോലീസിലെത്തി പരിശോധന വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ മാസം സെപ്റ്റംബർ 28-ന് കമ്പമല്ല ഫോറസ്റ്റ് വികസന കോർപ്പറേഷൻ തല്ലിത്തകർത്തതും ഈ CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ആ സംഘത്തെ അന്ന് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വലിയ പരിശോധനയും ഡ്രോൺ ഉപയോഗിച്ചെല്ലാം പരിശോധന നടത്തിയിട്ടും ഈ സംഘം അന്ന് രക്ഷപ്പെട്ടിരുന്നു. വീണ്ടും ഇത്തരം ഒരു കണ്ണൂരിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും തുടർന്ന് ഇവർ വീണ്ടും ഈ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുകയും കണ്ണൂരിലെ ഏറ്റുമുട്ടലിന് പകരമായി തന്നെ ഈ മേഖലയിൽ പോലീസിന് തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള പോസ്റ്ററുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ മേഖലയിൽ 2 ആഴ്ച മുമ്പ് ഇത്തരത്തിൽ ഒരു 7-അംഗ സംഘം കടയിലെത്തിയിരുന്നു. അത് അന്ന് തന്നെ ജനങ്ങൾ പുറത്തു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് സംഘം തയ്യാറായില്ല. അതിനിടയിലാണ് വീണ്ടും വെള്ളിയാഴ്ച രാത്രി വീണ്ടും നാട്ടിലിറങ്ങി അവർ വീണ്ടും ഇത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പോസ്റ്റർ ഒട്ടിക്കുകയും കവിതയുടെ മരണത്തിന് പകരമായി തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റർ പതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസും തണ്ടർബോൾട്ടെല്ലാം ഈ മേഖലയിൽ വലിയ പരിശോധന നടത്തുന്നുണ്ട്. CP മൊയ്തീൻ മുൻപ് കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരനാണ്. ഈ മേഖലയിൽ വർഷങ്ങളായി തന്നെ CP മൊയ്തീന്റെ സാന്നിധ്യമുണ്ട്. കമ്പമലയിലെ ആക്രമണത്തിന് പിന്നാലെ പല സമയങ്ങളിലും CP മൊയ്തീൻ ഈ മേഖലയിൽ പ്രവർത്തനവും സാന്നിധ്യവും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. KP ശ്രീജിത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.